നമ്മുടെ 6 ഭൂഖണ്ഡങ്ങളിലായിട്ട് ഏകദേശം 70ഓളം പ്രോവിൻസുകളുടെ ഒരു പ്രവർത്തനമാണ്. ശരിക്കും ബിചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ബിചേട്ടൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആളാണ്. കാരണം പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ബിചേട്ടൻ അക്കാഫിൻ്റെ ഒരു മുതൽക്കൂട്ടം തന്നെ പറയാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ഓരോ ആശയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ എല്ലാം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അക്കാഫിൻ്റെ അതായത് ചെയിൻ ഓഫ് ഈവൻസ് ആണ് അക്കാഫ് ചെയ്യുന്നത്. അതിനെല്ലാം മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ബിചേട്ടൻ തന്നെയാണ് അല്ലേ? അദ്ദേഹമുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് ചാൾസ് പോള് എല്ലാം. അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ അക്കാഫ് ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. ആ കോവിഡ് കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാം ഭയങ്കരമായ പേടിയാണ്. ഇത് വന്നപ്പോൾ ഒരു മരണവുമായിട്ട് മുന്നിൽ കാണുകയാണ്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ പല ഈ ഡോക്ടേഴ്സിൻ്റെ പാനലുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ അന്ന് ഇവിടുന്ന് പല ആൾക്കാർക്ക് നാട്ടിൽ പോകാൻ അവസരമില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റുകളൊക്കെ ഞങ്ങൾ ഒരു 3-4 ഫ്ലൈറ്റുകൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഫ്രീ ആയിട്ട് ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ മെഡിസിൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ 60 ദിവസത്തിൽ കൂടുതൽ ഞങ്ങളെ ഇന്ത്യൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ 24 hours ഞങ്ങൾ ഇതിൻ്റെ ഈ ട്രാവൽ ആൾക്കാർക്ക് പോകുന്നതിന് കൊണ്ടുള്ള രജിസ്ട്രേഷൻ പറ്റില്ല ചെയ്തിരുന്നു ഇന്ത്യൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അക്കാഫ് ചെയ്ത ഏറ്റവും വലിയ ഇതാണ് റംസാൻ കാലത്ത് ഫുഡ് ക്യാമ്പുകളിൽ എത്തിക്കുന്ന തന്നെ ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ, അതായത് ഒരേ അടുത്ത് തന്നെ ഏകദേശം ഞങ്ങളൊരു 7000 തുടങ്ങി 21,000 ആൾക്കാർക്ക് വരെ ഒരു ദിവസം. അത് ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോണാപ്പിൾ വെച്ചിട്ടായിരുന്നു. ആദ്യം ഞങ്ങളതൊരു 4500, 5000, അവസാനം 11,000 ആൾക്കാർക്ക് വരെ കൊടുത്തു. ഒരു 250,000 ആൾക്കാർക്ക് ഒരു വർഷം കൊടുക്കുകയുണ്ടായി. ഗ്രേറ്റ് ആയ ഒരു ഈവൻ്റ് ആണ് തീർച്ചയായിട്ടും. കാരണം അക്കാഫ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളിലും വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള മറ്റുള്ളവർക്ക് സപ്പോർട്ടാണ് കൊടുക്കുക. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. ഞങ്ങൾ ശരിക്കും അതിപ്പോൾ ഗവൺമെൻറ്റാണ് അതിൻ്റെ ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം അവൻ്റെ ഫുഡ് ബാങ്ക് വഴിയാണ് ഇത് തരുന്നത്. ഞങ്ങൾ അതിൻ്റെ ശരിക്കും വോളണ്ടിയർ സർവീസാണ്. ഞങ്ങൾ നല്ല എല്ലാ സംഘടനകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ അക്കാഫ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് വേൾഡ് മലയാളി കൗൺസിലാണ്. ഇതുമായിട്ട് ഇക്കയുടെ പ്രവർത്തനം എങ്ങനെയാണ്? വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ 6 ഭൂഖണ്ഡങ്ങളിലായിട്ട് ഏകദേശം 70ഓളം പ്രോവിൻസുകളുടെ ഒരു പ്രവർത്തനമാണ്. അതായത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്, ആഫ്രിക്ക, ഇങ്ങനെ ആസ്ട്രേലിയ അതുള്ളത്, അതുപോലെ യൂറോപ്പിൻ്റെ ഒരെണ്ണം, അതുപോലെ പിന്നെ ഉള്ളത് അമേരിക്കൻ റീജിയന്. അപ്പോൾ ഇങ്ങനെയുള്ള 6, പിന്നെ ആഫ്രിക്ക ഇതുണ്ട്. 6 ഭൂഖണ്ഡങ്ങളുടെ 70-ൽ പരം ഇങ്ങനെയുള്ള പ്രോവിൻസുകളുടെ ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കരിയർ ടൈംസിൻ്റെ പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും മറ്റേ ഇവിടുത്തെ എല്ലാ പത്രത്തിൻ്റെയും സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഐസക് ജോൺ പട്ടാണിൽ പറമ്പിൽ ചെയർമാനും ഞാൻ സംഘടന ഗ്ലോബൽ വൈസ് ചെയർമാനുമാണ് ഇപ്പോൾ. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? അതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ ആസ്ട്രേലിയയിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ അവിടെ ഉള്ള ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിദ്യാഭ്യാസപരമായിട്ടോ ഒരു അഡ്മിഷനായിട്ടോ എഡ്യൂക്കേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാവലിലോ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് ഉടൻ തന്നെ നമ്മുടെ സംഘടനയുടെ ആൾക്കാരുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങളുടെ എല്ലാ ഈ സ്ഥലങ്ങളിലും ആൾക്കാരുണ്ടായതുകൊണ്ട് പരസ്പരം ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാണ് അവിടെ ആ സമയത്ത് അവിടെ വേണ്ട സഹായങ്ങൾ. അമേരിക്ക ആയാലും പിന്നെ നമ്മളെ കുട്ടികൾ ഇവിടെ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്, അവർക്കും അവിടെ വേണ്ടപ്പെട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു നെറ്റ്വർക്കാണ്. വളരെ വൈഡായിട്ട് പരസ്പരം ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേൾഡ് മലയാളി കൗൺസിൽ അതൊരു ഭാഗമാകുന്നതെന്ന് പറയുന്നത് വളരെ സന്തോഷം. അത് കഴിഞ്ഞ കേരള ലോക സഭയിൽ തന്നെ 18-ൽ പരം ഞങ്ങളുടെ ആൾക്കാർ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അംഗങ്ങൾ അതുണ്ടായിരുന്നു. ശരി, എന്താണ് നമ്മുടെ പ്രവാസി അവരുടെ അതിൻ്റെ പ്രവാസിൻ്റെ ഒരു ലോക കേരള സഭ ലോക കേരള സഭയിൽ നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിൽ നിന്ന് 18ഓളം പേര് ഉണ്ടായിരുന്നു. ഗ്രേറ്റ്.
അപ്പം ഈ ഓരോ മേഖലയിലും ഇതെല്ലാം വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെ ഇത് വിദ്യാഭ്യാസം മറ്റുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ പോയാലും എന്ത് സഹായം വേണമെങ്കിലും ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സഹായം കിട്ടുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി ചോദിക്കാനുള്ള 1-2 കാര്യങ്ങൾ വിട്ടുപോയി. പിന്നെ എനിക്കവിടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ മക്കൾ മൂത്ത മകനാണെങ്കിൽ ഇത് ഡോക്ടറാണ്, ഇത് ഓർത്തോയുടെ പിന്നെ സ്പെഷ്യലിസ്റ്റാണ്. അവൻ അമേരിക്കയിലാണ്, അവിടെ ടെക്സസ് ഡാലസിലാണ്. അവൻ്റെ ഭാര്യയും അവിടെ തന്നെയാണ്, ഡോക്ടറാണ്, മറ്റേ ഇൻ്റേണൽ മെഡിസിൻ്റെ ഡോക്ടറാണ്. പിന്നെ മക്കൾ 2 പേരുണ്ട്, അവരും ടെക്സസിലാണ്. അടുത്ത രണ്ടാമത്തെ മോൻ ഇവിടെ റാഷിദ് ഹോസ്പിറ്റലിൻ്റെ ഓർത്തോയുടെ ജനറൽ സർജനും, അവൻ്റെ വൈഫാണെങ്കിൽ ഇത് ജനറൽ സർജനുമാണ്. മൂന്നാമത്തെ മകനാണെന്നുണ്ടെങ്കിൽ എൻജിനീയറിംഗ് കഴിഞ്ഞ് മറ്റേ MS ഒക്കെ എടുത്തിട്ട് അതിനുശേഷം ഇപ്പം ഖത്തറിലെ ഒരു ലോജിസ്റ്റിക് കമ്പനിയും മറ്റ് ഇത് ട്രേഡിംഗ് കമ്പനി തുടങ്ങിയാണ്. നാലാമത്തത് മകളാണ്. മകളിവിടെ മണിപ്പാൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻറ്റീരിയർ ഡിസൈന് അവളുടെ ഡിഗ്രി എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഇൻറ്റീരിയർ ഡിസൈനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫാമിലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കുറിച്ചുള്ളത്. ഓക്കെ. ഇത്തയോ? ഇത്താണെങ്കിൽ ഇത് ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് കുടുംബിനിയാണ്, ജോലിക്കൊന്നും പോയിട്ടില്ല. ഇവിടെ 82-ൽ ഞാൻ വന്നു, അവർ 83-ൽ വന്നു. കഴിഞ്ഞ 42 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇതാണ് ഇക്കയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്. അതെ. ഇക്ക പറഞ്ഞു എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ 70 വയസ്സ് കഴിയുമ്പോഴും ഇക്ക ഒരിക്കലും ആ ഈ എന്താണ് ഏജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്, പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഏജ് എത്തിയെന്ന് അറിയുന്നത്. എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം? അല്ല, എനിക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ മറ്റ് സമൂഹത്തിലെ ഇപ്പം ഞാനിപ്പോൾ നമ്മളിപ്പം ഒരാളെ കാണുമ്പോൾ ഇത് ചിരിക്കുന്നു, അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഒരാളുടെ ചിരിക്കുമ്പോൾ അയാൾക്കും ഒരു സന്തോഷം വന്നു. അപ്പോൾ സമൂഹത്തിന് ഇന്നും എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെറിയൊരു കൈത്താങ്ങും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രായം നോക്കാറില്ല. എവിടെ ആർക്ക് എന്തൊരു സഹായം വേണമെന്നുണ്ടെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊരു പ്രവാസിയെ സംബന്ധിച്ചോളൂ, അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ സംഘടന. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു സഹായം ആവശ്യം ഉള്ള ആൾക്കാരെ നമുക്കവരെ വേണ്ട, ചിലപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചില്ലെങ്കിൽ തന്നെയും ഒരാൾക്ക് ഇപ്പോൾ ഒരു അസുഖം വന്നു, നമ്മൾ അദ്ദേഹത്തിനെ പോയി ഒന്ന് സന്ദർശിച്ചു, അല്ലെങ്കിൽ ഡോക്ടറെ പോയത് കണ്ട് എന്താണ് അവർ അന്വേഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിൽ അവർക്ക് കൊടുക്കാനുള്ള ഇതാണ്. പിന്നെ നമുക്ക് അറിയാമെന്ന് വെച്ചുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിലായാലും മറ്റ് കോൺസുലേറ്റ് സർവീസാണെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും മറ്റുള്ളവർക്ക് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഗൈഡ് ചെയ്യുകയും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നോർക്കയുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇതിൻ്റെ അവരൊരു ആരോഗ്യ ഒരു പെൻഷൻ വെച്ചുണ്ടായിരുന്നു. അത് 18 മുതൽ 70 വയസ്സുള്ളവർക്ക് അവർ 5 ലക്ഷത്തിൻ്റെ ഒരു ഇതിൻ്റെ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒരു സ്കീം 13,000 രൂപ മറ്റും അടയ്ക്കുമ്പോഴേ 5 ലക്ഷത്തിൻ്റെ പരീക്ഷയുണ്ട്. പിന്നെ അതുപോലെ 10 ലക്ഷത്തിൻ്റെ അപകടം ഉണ്ടെങ്കിൽ അവർക്ക് പരീക്ഷയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളുടെ സംഘടന ഇത് വേണ്ട, ഇത് നോർക്ക മെമ്പർ ആയിരിക്കണം ഈ ആനുകൂല്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളൊരു 5000 ആൾക്കാരത്തോളം ഇപ്പോൾ പേര് രജിസ്റ്റർ ചെയ്തതിന് വേണ്ടി ഞങ്ങളതിൻ്റെ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് സമൂഹവും നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സേവനം എന്ന് പറയുന്നത്. അപ്പം വളരെ സന്തോഷം ഇത്രയും തിരക്കുള്ള ഈ സമയത്ത് കുറച്ച് സമയം OUT TV 24/7 ചിലവഴിച്ചതിൽ. അപ്പം ഏതായാലും ഈ ടോക്ക് ഷോ തീരുന്നില്ല, ഇത് ചെറിയൊരു സ്റ്റാർട്ടപ്പ് മാത്രമാണ്. വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളും നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനുള്ള സന്ദേശങ്ങളുമായിട്ട് ഷാഹുലുക്കയായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാഗങ്ങളും നിങ്ങളുടെ ചാനലിനും എൻ്റെ തുടർച്ചയായിട്ടുള്ള എൻ്റെ സേവനങ്ങളും സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടും നിങ്ങളുടെ ഈ ചാനൽ ഇനി ഉയരങ്ങളിലേക്ക് കടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.